أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. لا تزال أمتي بخير ما عجل الفطور وأخر السحور. محمد رسول الله صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, വിശുദ്ധ റമദാനിൽ ധാരാളം സുന്നത്തുകളെ കൊണ്ട് അധികരിപ്പിക്കണം. നോമ്പിന്റെ പ്രത്യേകമായ സുന്നത്തുകളെ പരിഗണിക്കണം. അതിൽപ്പെട്ടതാണ് തഅജീലുൽ ഫുതൂർ, നോമ്പ് തുറക്കലിന് ഉളരിക്കുക, ഭാഗ്യനെ പ്രതീക്ഷിച്ചിരിക്കുകയും അത് തസ്ബീഹ് കൊണ്ട് മുഖരിതമാക്കുകയും എല്ലാ ദിവസവും 100 തവണ ചെല്ലൽ സുന്നത്തുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ കൊണ്ട് അവന് നൽകപ്പെടുന്ന മഹത്വങ്ങളൊക്കെ വല്ലാതെ നാം മനസ്സിലാക്കിയതാണ്. വളരെ പ്രധാനമുള്ള ദിക്റുകളിലുമായി റമദാൻ നോമ്പ് നോറ്റവൻ ആ നോമ്പ് തുറക്കലിനെ പ്രതീക്ഷിച്ചിരിക്കുക, ബാങ്ക് കേട്ടാൽ ഉടനെ അതിന് ഇജാബത്ത് പറയുകയും അതോടൊപ്പം നോമ്പ് തുറക്കലിൽ ഉളരിക്കുക. അശ്രദ്ധവാന്മാരായി ആ തഅജീലിന്റെ സുന്നത്ത് നഷ്ടപ്പെടുത്തുന്ന പലരെയും കാണാം. ഏത് തിരക്കിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ ധാരാളം ആളുകൾ നോമ്പ് തുറപ്പിക്കുന്ന വലിയ പരിപാടികളാണെങ്കിൽ പോലും നാം അതിലെടുക്കുക നോമ്പിനെ പെട്ടെന്ന് മുറിക്കാനുള്ള തയ്യാറെടുപ്പ് നാം എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുഫ്തിർ ഖബ്ല അൻ യുസല്ലി അൽ മഗ്രിബ, മഗ്രിബ് നിസ്കരിക്കുന്ന മുമ്പ് തന്നെ തങ്ങൾ നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞാത്ത സാലു ഉമ്മത്തി ബി ഖൈരിൻ, എൻ്റെ സമുദായം വളരെ ഉന്നതി ഖൈറിലായിരിക്കും, ബറക്കത്തിലായിരിക്കും. മഅജ്ജൽ ഫുതൂറ അഖറു സഹൂറ, അവർ നോമ്പ് തുറക്കലിന് ഉളരിക്കുകയും അത്തായത്തെ പിന്തിക്കുകയും. ഫഹക്കൾ പറഞ്ഞത് ഒരു 50 ആയത്ത് ഓതാൻ മാത്രം ബാക്കിയാകുന്ന സമയം കണ്ട് പിന്തിച്ച് അത്രയും സമയം അടുക്കുമ്പോൾ, അല്ലാതെ നേരത്തെ 3 മണിക്കോ മറ്റോ എഴുന്നേറ്റ് അത്തായം കഴിച്ച് ഉറങ്ങുന്ന ചില ആളുകൾ, അതൊരിക്കലും ശരിയല്ല. എന്നിട്ട് സുബഹിയുടെ ആ ഒരു സമയത്ത് അത്തഹയത്തിൻ്റെ നേട്ടമില്ലാതെ, സുബഹി നിസ്കാരത്തിൽ ആവേശമില്ലാതെ പലപ്പോഴും ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് നാം മാറിപ്പോകുന്നു. അതുകൊണ്ട് അത്തായത്തെ പിന്തിക്കലും പ്രത്യേകമായ സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പുകാരൻ ഭക്ഷണം കുറയ്ക്കുക, അതിനവൻ അധികരിപ്പിക്കാൻ പാടില്ല. അവന് നോമ്പിൻ്റെ ആ പ്രയാസം മാറുന്ന രീതിയിലല്ലാതെ നോമ്പ് തോറ്റെന്ന കാരണത്താൽ വാരി വലിച്ച് തിന്ന് അക്കാലത്താൽ അവൻ്റെ നോമ്പിന് ക്ഷീണം കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയാതെ ആ വയറ് നിറഞ്ഞ കാലത്ത് അശ്രദ്ധയും മടിയും അവനെ പിടികൂടുകയും അവയവങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷം നഷ്ടപ്പെടുകയും മാത്രമല്ല, അവൻ്റെ ഹൃദയം പ്രകാശിക്കുന്നതിൽ അവൻ്റെ ആമാശയങ്ങൾ വളരെ കാലിയായിരിക്കൽ എന്ന് മഹത്തുക്കളുടെ വാചകങ്ങളിൽ കാണാം. അവൻ്റെ ഹൃദയം പ്രകാശിക്കുന്നതിൽ അവൻ്റെ ആമാശയം കാലിയായിരിക്കുക എന്നത് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മലഅ ഇബ്നു ആദമ ബിആഅൻ ശർറൻ മിൻ ബത്നിഹി, ഒരു മനുഷ്യനും അവൻ്റെ നിറയ്ക്കുന്ന വസ്തുക്കളിൽ നിന്നും വയറ് നിറക്കുന്നതിനേക്കാൾ ഏറ്റവും ഷർറായ ഒന്നും തന്നെ അവൻ നിറക്കുന്നില്ല. അപ്പോൾ വയറ് നിറക്കൽ വലിയ ഷർറും എത്രത്തോളം തങ്ങൾ പറഞ്ഞു, ഹസ്ബു ഇബ്ന ആദമ ലുഖൈമാത്തിൻ യുഖിംന സുൽബഹു, അവൻ്റെ മുതുകിനെ നിവർത്തി നിൽക്കാനുള്ള 2 ഉരുള ഭക്ഷണം മാത്രം മതി അവന്. വൈൻകാരല മഹാലത്ത, ഇനി അത് പോരാ, ഒരല്പം കൂടെ വേണമെന്ന് അത്യന്താപേക്ഷിതമാണെങ്കിൽ ഫസുലുസുൻ ലിതആമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫസിഹി, 1/3 ഭക്ഷണത്തിനും 1/3 പാനീയത്തിനും 1/3 വായുവിനും അത് വളരെ സഞ്ചാരമായി ഉള്ളതായി അവൻ്റെ ദഹനത്തെയും എല്ലാ നിലക്കും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ സുന്നത്ത്. അതുപോലെ ഏറ്റവും ശക്തിയായ സുന്നത്തിൽപ്പെട്ടതാണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക. അത് ഒരു ഈത്തപ്പഴം കൊണ്ടാണെങ്കിലും ശരി, ഒരു മുറുക്ക് വെള്ളം കൊണ്ടാണെങ്കിലും ശരി, നിശ്ചയമായും മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി യൻഖുസ മിൻ അജ്രിഹി ഷൈഅ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന് ലഭിക്കുന്ന കൂലിയേക്കാൾ ഒന്നും കുറയാതെ
നോമ്പ് തുറപ്പിച്ച ആൾക്കും തത്തുല്യമായ കൂലി നൽകാൻ അള്ളാഹു മതിയായവനാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പലരുടെയും അശ്രദ്ധക്കും അവൻ്റെ അലസതക്കും കാരണം നോമ്പ് തുറക്കലാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കലും തുറപ്പിക്കലും അതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം ഈ പരിശുദ്ധ റമദാനിൽ നാം വലിയ പ്രപഞ്ച പരിത്യാഗത്തെ പരിശീലിക്കുന്നതായതുകൊണ്ട് അവൻ്റെ ഭക്ഷണത്തിൽ മിതം വലിക്കുക, ഉറക്കിലും മറ്റ് അതുപോലെ തന്നെ ലഹുൽ ഹദീസ് തമാശകളിലും ഏർപ്പെടാതെ നോമ്പിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ അടിമയും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നോമ്പുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.